പ്രകൃതി കൃഷി ആരംഭവും പുരയിട കൃഷിയിൽ തേനീച്ച വളർത്തൽ കർഷക പരിശീലനവും ആലത്തൂരിൽ നടത്തി. നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് 2026ന്റെ ഭാഗമായാണ് ആലത്തൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. സുസ്ഥിര പ്രകൃതി കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനും മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ വരുമാനമുണ്ടാക്കുന്നതുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലാ ആത്മ പ്രോജക്ട് ഡയറക്ടർ എൻ ഷീല ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. BPKP എന്ന് പറഞ്ഞു, PGS സർട്ടിഫിക്കേഷൻ, NMNF നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ്, ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മൾ വഴിയാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3-4 വർഷത്തിന് മുന്നെയാണ് തോന്നുന്നു BPKP ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി തുടങ്ങിയത്. അപ്പോൾ അത് തുടങ്ങി 3 വർഷം കഴിയുന്ന അവസരത്തിൽ അതിൽ PGS സർട്ടിഫിക്കേഷൻ, അതായത് നമുക്കിവിടെ എക്കോ ഷോപ്പുകളിലുമൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുക. അതിനൊരു PGS സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം നമ്മുടെ സർക്കാർ തലത്തിൽ നമ്മൾ നൽകി വരുന്നു. അപ്പോൾ കർഷകർ ഒരു കാര്യം മാത്രം എനിക്ക് പറയുവാനുള്ളത് നിങ്ങളോട്, ഇതൊക്കെ ഒറ്റപ്പെട്ട് നമ്മൾ ചെയ്താൽ ഇതൊന്നും നമുക്ക് നിലനിൽക്കത്തില്ല. ഒരു 10 കിലോയും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇത് ഓർഗാനിക്കാണെന്നും പറഞ്ഞ് പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, അതിനുള്ള വിലയും കിട്ടത്തില്ല. പക്ഷെ ഒരു കൂട്ടായ്മയായിട്ട് നിന്ന് കഴിഞ്ഞാൽ കർഷകർക്ക് എന്നും നമ്മൾ 28-29 വർഷമായി ഞാൻ ഈ സർവീസിൽ കയറിയിട്ട് അന്ന് മുതൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ആ കൂട്ടായ്മ കർഷകരുടെ ഇടയിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളൊരു ഗ്രൂപ്പ് ഫാമിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി കൂട്ടായ്മയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അവർ തമ്മിൽ കൃഷിയുടെ കാര്യത്തിൽ ഒരു നല്ല കൂട്ടായ്മ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ആ ഉൽപ്പന്നങ്ങൾ ഓരോ സ്ഥലത്തും എവിടെയെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ പ്രൊസീജിയറിലേക്ക് പോവുകയോ കർഷകന്റെ ഉൽപ്പന്നത്തിന് നല്ല വില ലഭിക്കുകയോ ചെയ്യുള്ളൂ. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ PR കവിത അധ്യക്ഷയായി. ഹൈറേഞ്ച് തേൻ പരിശീലന കേന്ദ്ര ഡയറക്ടർ PK രാജു പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. ഫാദർ ചെറിയാൻ ആഞ്ഞലിമൂട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. MV രശ്മി പദ്ധതി വിശദീകരിച്ചു. K ശ്രുതി, S കൃഷ്ണകുമാർ, ജിജി സുധാകർ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.